ലോജിക്കുണ്ടല്ലോ, ഇതിനെല്ലാം ലോജിക്കില്ലാത്തേ ഉള്ളൂ. അതാ പറ, പടത്തിന് ലോജിക്കില്ലെന്നല്ലേ ഉള്ളൂ, സംഭവത്തിന് ലോജിക്കില്ലേ? ചിന്തിച്ചാ പോരെ. സ്ത്രീകളൊന്നും കാണില്ല, പടം വേണ്ട. അയ്യോ, ഇതിന് മുമ്പ് വേറെ പെൺപിള്ളേരെയൊക്കെ ഒന്നിട്ടുണ്ടായിരുന്നല്ലോ, അവർക്ക് വേണ്ടി ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ സ്ത്രീകളൊന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാണ്ടില്ലല്ലോ. ഇത് നടിയായതുകൊണ്ടോ? എത്ര കഥകൾ ഇത് മാത്രമല്ല, ഇവർക്ക് മാത്രമേ ഫീലിങ്സ് ഉള്ളൂ, ബാക്കിയുള്ള പെൺപിള്ളേർക്കായിരിക്കും ഫീലിങ്സ് ഇല്ലേ? എത്ര പെൺപിള്ളേരുണ്ട് ഇവിടെ എത്ര ചൈൽഡ് അബ്യൂസ് ഉണ്ട് ഈ പെൺപിള്ളേർക്ക്. പിന്നെ അതിനുശേഷം ഈ പെൺപിള്ളേരെ പോസ്റ്റിങ് ചെയ്തിട്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വിൽക്കുന്ന എത്ര പേരുണ്ട്, എത്ര നിയമപാലകരുണ്ട്. ഞാൻ അനുഭവിച്ചാൽ ഞാൻ പബ്ലിക്കിൽ പറഞ്ഞില്ല, ഒരു വീഡിയോ ഇപ്പോഴും പബ്ലിക്കിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. ഞാൻ എന്താ അനുഭവം പറഞ്ഞിട്ടുണ്ടല്ലോ, തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളൊക്കെ ഒന്നും പറയാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനൊരു മാഫി ഇവിടെ ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ വോയിസ് റെക്കോർഡ് എടുത്ത് വിൽക്കുന്ന ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തേരാത്തെ അതിനുശേഷം പിന്നെ യൂസ് ചെയ്തൊരു സെക്സ് റാക്കറ്റിലേക്ക് ഇടുന്ന പോയ ആൾക്കാരുണ്ടല്ലോ. ഇതിൻ്റെ പെൺപിള്ളേർക്കൊന്നും ഇത് എഴുതി കിട്ടിയിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും വളർന്ന് കെട്ടിച്ചിട്ട് അവിടെ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അവർക്കൊന്നും എഴുതി കിട്ടാതെ, അവർക്ക് വേണ്ടി എന്തെങ്കിലും പോസ്റ്റർ അടിക്കാതെ ഞാൻ പലവട്ടം പറയണ്ടല്ലോ. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് ഞാനിങ്ങനെയാണ്, എന്നിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ആയാലാണ് കുഴപ്പം. എൻ്റെ ഇത് ആദ്യമായിട്ടൊന്നല്ല, ഇതൊരു നടിയാണ്, പൈസ ഉണ്ട്, ഫെയിമുണ്ട്, അതിൻ്റെ പുറകെ തോന്നും. പിന്നെ രാഷ്ട്രീയം ഇതൊക്കെ നോക്കിയാണോ? 15 വയസ്സുള്ള കുട്ടിക്ക്, 10 വയസ്സുള്ള കുട്ടിക്ക്, 3 വയസ്സുള്ള കുട്ടിക്ക് രാഷ്ട്രീയമില്ല. അവർക്ക് വേണ്ടി എന്തൊരു നിയമം വരാത്തേ? നിയമം ആദ്യം സ്ട്രോങ് ആക്കുക. അല്ലാണ്ട് പിന്നെ ഇത്രയും ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു മണ്ടന്മാരെ വെച്ച് ഇങ്ങനെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? ജഡ്ജിന് വരെ വിലക്കെടുക്കാവുന്ന ഒരു പ്രമുഖൻ എന്തുകൊണ്ട് കറക്റ്റായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും? ലോജിക്കില്ലേ? ചിന്തിച്ചൂടെ? ഇതിന് ലോജിക്കുണ്ടല്ലോ, ഇതിനെല്ലാം ലോജിക്കില്ലാത്തേ ഉള്ളൂ. അതാ പറ, പടത്തിന് ലോജിക്കില്ലെന്നല്ലേ ഉള്ളൂ, സംഭവത്തിന് ലോജിക്കില്ലേ? ചിന്തിച്ചാ പോരെ. കാണട്ടേടാ, കാണട്ടെ എന്തായാലേ. അല്ല, ചോട്ടാ മുംബൈയുടെ ഒരു ഇത് വെച്ചിട്ട് എന്താ പറയാ, ന്യൂ ഇയർ ആയി, ചിലപ്പോൾ ഇതിലെ പാട്ടൊക്കെ ഹിറ്റാവും, നോക്കാം.